സാധാരണ മുടി അയച്ചിട്ടോ അല്ലെങ്കിൽ പോണിറ്റെയിൽ ഇട്ടിട്ടല്ലേ നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പോകാറ്. ഫോർ എ ചേഞ്ച് കുറച്ച് പുതിയ ഹെയർ സ്റ്റൈൽസ് ട്രൈ ആക്കിയാലോ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. സോ ഫസ്റ്റ് നമ്മൾ ബേസിക് ആയ ഒരു ക്ലീൻ ബൺ ലുക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലൊരു കോംബ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഹെയർ ഇതുപോലെ മിഡിൽ പാർട്ട് ചെയ്യുക. ഇനി നമ്മുടെ മുടി നല്ലൊരു ക്ലീൻ ടൈറ്റ് സ്ലീക്ക് പോണിറ്റെയിൽ ആയിട്ട് കെട്ടിവെക്കുക. ഇനി നിങ്ങൾക്ക് ബേബി ഹെയർസ് ഒക്കെ ഇതുപോലെ ഫ്രണ്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് നമുക്ക് പിന്നെ ശരിയാക്കാം. ഇനി ഇതുപോലുള്ള റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മുടെ മുടി ട്വിസ്റ്റ് ചെയ്ത് റോൾ ചെയ്ത് ഒരു ബണ്ണ് പോലെ ആക്കിയിട്ട് ആ റബ്ബർ ബാൻഡ് വെച്ച് സെക്യൂർ ചെയ്യുക. ഇനി ബേബി ഹെയർസിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ഹെയർ സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഹെയറിലൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ എത്ര വൃത്തിയിലാണത് നിൽക്കുന്നതെന്ന്. ഇത്രയേ ഉള്ളൂ, വെറും 3 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. ഇഫ് യു ഹാവിങ് എ റിയലി ബാഡ് ഹെയർ ഡേ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇനി അടുത്ത ലുക്കിനായിട്ട് മുടി ഇതുപോലെ മിഡിൽ പാർട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലൊരു ടെയിൽ കോംബ് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിലെ ഹെയർ മാത്രം ഒന്ന് ബാക്കിലേക്ക് കോംബ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ഇൻവിസിബിൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് മുടിനെ നല്ലോണം കെട്ടിവെക്കുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ്. ഇപ്പൊ കെട്ടിവെച്ച മുടിനെ ഒന്നും കൂടി ഒന്ന് ലൂസ് ആക്കിയിട്ട് അതിന്റെ ഉള്ളിലോട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. സീ ഹൗ ക്യൂട്ട് ദാറ്റ് ലുക്സ്. നിങ്ങൾ നല്ല ഗേർലി ലുക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഐഡിയ ആണിത്. ഇനി ഈ ഹെയർ സ്റ്റൈൽ കുറച്ച് കൺഫ്യൂസിംഗ് ആയി തോന്നും, പക്ഷെ പേടിക്കണ്ട, ഇറ്റ്സ് സൂപ്പർ ഈസി. നോക്കിക്കോ, മുടി ഇതുപോലൊരു ലോവർ പോണിറ്റെയിൽ കെട്ടുന്നത് പോലെ എടുത്തിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലോട്ട് വലിക്കുക. നൗ ക്ലിപ്പ് ഇറ്റ് വിത്ത് എ ക്ലോ ക്ലിപ്പ്. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഓഫീസ് ലുക്കിനൊക്കെ പറ്റിയൊരു ലുക്കാണ്. കാണാൻ കുറച്ച് മെസ്സി ആയാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ലുക്കാണിത്. ഇത്രയേ ഉള്ളൂ. ഈസി ഹെയർ സ്റ്റൈൽസ് ആണ്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ യഥാശേസ്.